അഭിപ്രായ വിലക്കിൽ അതൃപ്തി പ്രകടമാക്കി കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് സംസാരിക്കരുത് എന്ന നിർദ്ദേശത്തിന് മറുപടിയുമായി മല്ലിക സാരാഭായ് രംഗത്ത് വന്നു. ഞാനാകുന്നത് എങ്ങനെ തടയാനാകും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ചോദ്യം. MS ലിഷോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റിൽ മല്ലിക സാരാഭായ് പങ്കുവയ്ക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? അതായത് ഇന്ന് തൃശ്ശൂരിൽ വെച്ച് ആശാ വർക്കർമാർക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അതിൽ ആദ്യം ഗഡു കൈമാറുന്നതിനും ആശാ വർക്കർമാർക്ക് പണം കൈമാറുന്നതിനും എല്ലാമായി മല്ലിക സാരാഭായിയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് മല്ലിക സാരാഭായിയോട് ചിലർ ആവശ്യപ്പെട്ടു. കലാമണ്ഡലം ചാൻസലർ എന്നുള്ള നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് മല്ലിക സാരാഭായ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് അവർ ഫേസ്ബുക്കിൽ ഇടുകയാണ് ഉണ്ടായത്. അതായത് താൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയി എന്നത് കൊണ്ട് തനിക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. അത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അത് അത്തരത്തിലുള്ള ഈ ചില കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. താനായി പെരുമാറാനോ സംസാരിക്കാനോ ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആകണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ സാറാ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആണ് നിലവിൽ തൃശ്ശൂരിൽ പങ്കെടുക്കുന്നത്. ഇന്ന് 3 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ആ പരിപാടിയിൽ ഓൺലൈനായി ഇനിയിപ്പോൾ പങ്കെടുക്കും എന്നുള്ളതാണ് സംഘാടകരെ ഇതിനോടകം തന്നെ മല്ലിക സാരാഭായ് അറിയിച്ചിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ധനസഹായം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പരിപാടിയുടെ ഉദ്ദേശം. ആശാ വർക്കർമാരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്ന നിർദ്ദേശത്തെ തുടർന്നാണ്